വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം, പിതാവേ മഹത്വം. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ഓരോ ദൈവപൈതലിനെയും കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മുമ്പേ താബോർ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതലുള്ള തിരുവചനങ്ങൾ. അവിടെ നമ്മളിങ്ങനെയാണ് വചനം വായിക്കുക. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടൈർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു അമ്മ തൻ്റെ മകൾക്ക് വേണ്ടി ഈശോയുടെ മുമ്പിൽ വന്ന് കരഞ്ഞപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഈ രംഗം. വാസ്തവത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മക്കളുടെ ചില പ്രത്യേക ജീവിത രീതികൾ കണ്ട് സങ്കടപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ ഒരുപാട് മാതാപിതാക്കന്മാർ കരയുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഒരു പണ്ടത്തെ ആ ഒരു കാലഘട്ടവും ഈ ഒരു കാലഘട്ടവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. പണ്ട് മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധം അതൊരു 10-30 വയസ്സ് വരെ വളരെ ഊഷ്മളമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആണ് അവരുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു അകൽച്ചയൊക്കെ വന്നു തുടങ്ങുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഒരു 12 വയസ്സ് കഴിയുമ്പോഴേക്കും മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധം ഒരുപാട് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെ, മൊബൈൽ ഫോണ്, ഇൻ്റർനെറ്റ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെ ബന്ധങ്ങൾ പുറം ലോകമായിട്ട് ഇവരെങ്കിൽ വ്യാപിപ്പിക്കും തോറും മാതാപിതാക്കന്മാരുമായിട്ടുള്ള ബന്ധവും സ്നേഹവും കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് തന്നെ മാതാപിതാക്കന്മാരിൽ നിന്ന് കിട്ടേണ്ട ആ സ്നേഹം കുറഞ്ഞതുകൊണ്ട് മറ്റു പല ബന്ധങ്ങളിലും പോയിപ്പെട്ട് ഈ മാതാപിതാക്കന്മാർ മക്കളെ ഓർത്ത് കരയുന്ന ഒരു കാലഘട്ടമാണിന്ന്. അപ്പോൾ എന്താണ് ഇതിനൊരു പ്രതിവിധി? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ വചനം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു. മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി കരഞ്ഞപേക്ഷിക്കുന്നത് ഇന്നത്തെ ഒരു ചരിത്രമല്ല. 2000 വർഷം മുമ്പും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടുണ്ട്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ മകനെക്കുറിച്ച്, നിൻ്റെ മകളെക്കുറിച്ച് ഏതെങ്കിലും കാര്യത്തിൽ അസ്വസ്ഥതയുണ്ടെങ്കിൽ, ദുഃഖമുണ്ടെങ്കിൽ, ഒരു തകർച്ചയുടെ വക്കിൽ കൂടെ മകളെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, നീ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ആ സങ്കടം നിൻ്റെ കർത്താവിനെ എത്രയും പെട്ടെന്ന് അറിയിക്കുക. നമ്മളൊരു പക്ഷേ ഇങ്ങനെ ചിന്തിക്കും, എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനല്ല, കർത്താവിന് മുമ്പിൽ വന്ന് ഈ കാനാൻകാരിയുടെ ആ ഒരു രീതി നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയേ. ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. ഒരു റെസ്പോൺസ് കിട്ടുന്നില്ല അവൾക്ക്, കർത്താവിൽ നിന്ന് ഒരു റെസ്പോൺസ് കിട്ടുന്നില്ല. അറിയാം, എന്നാൽ അവൻ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. കർത്താവിൽ നിന്നൊരു മറുപടി ഇല്ലാത്തൊരു ഒരു ഫീലിംഗ് അവൾക്കുണ്ടാവുകയാണ്. പക്ഷേ ഇവൾ ഒഴിവാക്കുന്നില്ല. ഇവൾ കർത്താവിനെ വിടാതെ പിടികൂടിയാണ്. തൻ്റെ കുഞ്ഞിന് വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞപേക്ഷിക്കുന്ന ഒരു മാതാവ്. എന്നിട്ട് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ വചനം എന്താ പറയുന്നത് പ്രിയപ്പെട്ടവരെ? നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്. അതാണ് യേശു പറയുന്നത്. അടുത്ത വചനം പറയുന്നു, ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വചനം ശ്രദ്ധിച്ച് വായിച്ച് ഒരു അഭിഷേകത്തിൻ്റെ നിറവിലേക്ക് ഇപ്പോൾ നിനക്ക് വരാൻ സാധിക്കട്ടെ. കർത്താവിൻ്റെ വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ഒരു പ്രതീക്ഷ നിനക്ക് ദൈവം നൽകുന്നത് ഇതാണ്: നിൻ്റെ മകനെക്കുറിച്ച്, നിൻ്റെ മകളെക്കുറിച്ച് നിൻ്റെ ഉത്കണ്ഠ കർത്താവ് അറിയുന്നുണ്ട്. കർത്താവ് നിന്നെ ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്. എത്ര പൈശാചികമായ പീഡകൾ മകനുണ്ടായാലും മകൾക്കുണ്ടായാലും വഴിതെറ്റിയുള്ളൊരു യാത്രയിലാണ് നീ പോകുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ ആ യാത്ര കണ്ട് ഒരു നിസ്സംഗ മനോഭാവത്തിലേക്ക് ഒരിക്കലും എത്തിപ്പെടരുത്. പല മാതാപിതാക്കന്മാർ ധ്യാനത്തിനൊക്കെ വരുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളൊരു കാഴ്ച, അവർ മക്കളെക്കുറിച്ച് പല കാര്യങ്ങൾ പറയും, എന്നിട്ട് പറയും ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് ആ അധ്യായം അടച്ചു വെക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി,
എത്ര വഴിപിഴച്ച വഴിയിലൂടെ പോകുന്ന ആ ഒരു മകനായിക്കോട്ടെ മകളായിക്കൊള്ളട്ടെ, ഒരപ്പൻ്റെ ഒരമ്മയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ കുഞ്ഞിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരിക്കൽ പോലും മടുപ്പില്ലാതെ തുടർച്ചയായി ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മക്കളെ ഓർത്ത് ഏതെങ്കിലും മാതാവോ ഏതെങ്കിലും പിതാവോ നിരാശയിൽ കഴിയുന്നുണ്ടെങ്കിൽ ഇന്ന് ആ നിരാശ മാറ്റി കർത്താവിങ്കിലേക്ക് വീണ്ടും കടന്നു വരണം. നോക്കുക, ഈ മകൾക്ക് വേണ്ടി ഈ ഒരു അമ്മ പ്രാർത്ഥിച്ചപ്പോൾ എത്രയോ അനുഗ്രഹമുണ്ടായി. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, പ്രിയപ്പെട്ടവരെ, ഒരുപാട് മാതാപിതാക്കന്മാർ ഈ ഒരു കാര്യത്തെ ഒരു ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. മാതാപിതാക്കന്മാർ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം വളരെ അലംഭാവത്തോടെ നടപ്പാക്കുന്ന ഒരു കാലഘട്ടമാണിത്. മാതാപിതാക്കന്മാർ മക്കളെക്കുറിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾക്കുള്ളത്ര ഉത്തരവാദിത്തം ഈ ഭൂമിയിൽ വേറെ ആർക്കുമില്ല. ഈ മകളെ പൈശാചിക ശക്തി പിടികൂടിയപ്പോൾ നിങ്ങളുടെ മകനല്ല നിങ്ങളുടെ മകൾക്ക് ഒരു തെറ്റായ ബന്ധം ഉണ്ടായിരിക്കാം, അല്ല ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കാം, അല്ല പൈസ വേറെ രീതിയിലൊക്കെ ദൂർത്തടിച്ച് ചിലവാക്കുന്ന രീതികളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ആ കുഞ്ഞിൻ്റെ ആത്മീയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ മകൾക്ക് ഒരു വിടുതൽ സംഭവിക്കും. ഇന്ന് ഒരുപാട് മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം, മക്കൾക്ക് വേണ്ടി ഒരുപാട് പൈസ സമ്പാദിച്ചു വെക്കും, രാവും പകലും ഇല്ലാതെ അധ്വാനിക്കും. വിദേശങ്ങളിലായിക്കോട്ടെ സ്വദേശങ്ങളിലായിക്കോട്ടെ, ഇതിനൊന്നും കുറ്റം പറയുന്നതല്ല. അധ്വാനിച്ച് 2 തലമുറയ്ക്കുള്ള പൈസ ഉണ്ടാക്കി. ഇവിടെ മറന്നു പോകുന്നൊരു കാര്യം, നിങ്ങൾ ഇവരുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുടെ ഉത്തരവാദിത്വം പൂർണ്ണമായി ഏറ്റെടുക്കുന്നു, നല്ലത് തന്നെ. പക്ഷേ പരമപ്രധാനമായിട്ടുള്ള കാര്യം, നിങ്ങളുടെ മക്കളുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ തന്നെ ആ മാതാവ് ഏറ്റെടുത്തേ മതിയാവൂ. ഇതിന് നമുക്ക് കുറച്ചുകൂടി ഒരു വചനം വായിക്കും, നമുക്ക് പിടികിട്ടും. പ്രഭാഷകൻ്റെ പുസ്തകം 21-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. കർത്താവിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നു, മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. ആ വചനം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. കർത്താവിൻ്റെ വചനം പറയുകയാണ്, പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. ഇന്നത്തെ യുവാക്കന്മാരെ കുറിച്ച് ചിന്തിച്ച് നോക്കിയേ. നിങ്ങളുടെ മകൻ അല്ലെ നിങ്ങളുടെ മകൾ ഒരുപക്ഷെ യുവാവായിരിക്കാം, അല്ല യുവതിയായിരിക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ പല സോഷ്യൽ മീഡിയയിൽ പെട്ടിട്ട്, അല്ലെ ഇൻ്റർനെറ്റിൻ്റെ ആ ഒരു ലോകത്തിൽ പെട്ടിട്ട്, കൂട്ടുകെട്ടിൽ ബന്ധങ്ങളിൽ പെട്ടിട്ട് പല തിന്മകളിൽ പോകുമ്പോൾ വാസ്തവത്തിൽ ഇവർ അറിയുന്നില്ല എന്താ നടക്കുന്നതെന്ന്. ഈ യൗവന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പാപത്തിൻ്റെ ഗൗരവം ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇവർ കുമ്പസാരിക്കില്ല, പള്ളിയിൽ പോവില്ല, നമ്മളതങ്ങോട്ട് കണ്ണടയ്ക്കും. മക്കളല്ലേ, ചെറുപ്പമല്ലേ, അല്ലെ യുവാവല്ലേ, യുവതിയല്ലേ, ഈ പ്രായത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മാതാപിതാക്കന്മാർ ഇത് കണ്ണടച്ചങ്ങോട്ട് വിടും. ആത്മീയ കാര്യങ്ങളിൽ, മക്കളുടെ ആത്മീയ കാര്യങ്ങളിൽ കണ്ണടച്ചു വിടുന്ന മാതാവുണ്ടെങ്കിൽ, പിതാവുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക. എന്താ സംഭവിക്കുന്നത് അറിയാവോ? പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. എന്നിട്ട് പറയുകയാണ്, സർപ്പത്തിൽ നിന്നെന്ന പോലെ ഓടി അകലുക. ഈ കാലഘട്ടത്തിൽ യൗവനത്തിൽ ചെയ്തു കൂട്ടുന്ന പാപങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ അവർ കുമ്പസാരിക്കാതെ ഒഴിവാക്കി വിടും. പക്ഷേ അത് അടിയിൽ കിടപ്പുണ്ട്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത് അറിയാവോ? ഇതെല്ലാം അങ്ങനെ നോർമലായിട്ട് പോകും. കുറേ കാലം കഴിഞ്ഞ് ഒരു 45 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ, കല്യാണമൊക്കെ കഴിഞ്ഞ് വിവാഹ ജീവിതത്തിലൊക്കെ പ്രവേശിച്ച് കുറേ കഴിഞ്ഞ് മക്കളൊക്കെ ആയി കഴിയുമ്പോൾ, പഴയ കാലങ്ങളിലെ ചില സംഭവങ്ങൾ പിശാച് ഇത് മറന്നിട്ടില്ല. ഈ ചില സംഭവങ്ങൾ, ചില പോരായ്മകൾ, ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. കുടുംബജീവിതമൊക്കെ നന്നായിട്ട് മക്കളൊക്കെ ആയിട്ട് ഭംഗിയായിട്ട് സന്തോഷമായിട്ട് കഴിയുമ്പോൾ ഈ പഴയ കാലത്തിലെ ചില കാര്യങ്ങൾ പിശാച് കുത്തിപ്പൊക്കിക്കൊണ്ടുവരും. എത്ര കുടുംബങ്ങൾ ഇങ്ങനെ തകർന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം? എത്ര കുടുംബങ്ങളിൽ പഴയ കാലങ്ങളിലെ ചില പ്രശ്നങ്ങൾ കൊണ്ട് ഒരു കാലഘട്ടത്തിൽ അങ്ങോട്ട് തകർന്നു പോയിട്ടുണ്ടെന്നറിയോ? നമ്മൾ വിചാരിക്കുക എല്ലാം സേഫാണെന്ന്. സന്തോഷമായിട്ടൊരു കുടുംബം ജീവിക്കുമ്പോൾ, അഭിഷേകത്തിന് നിറവിൽ ആ കുടുംബം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പഴയ ചില കാര്യങ്ങൾ പിശാച് കുത്തി പൊക്കിക്കൊണ്ടുവന്നിട്ട് ആ കുടുംബത്തെ തകർത്ത് കളയും. അത് ചിലപ്പോൾ സാമ്പത്തിക മേഖലകളിലായിക്കൊള്ളട്ടെ, ചില ബന്ധങ്ങളിൽ വന്ന വീഴ്ചകളായിക്കൊള്ളട്ടെ, ചില പാപ സാഹചര്യങ്ങളിലേക്ക് അറിയാതെ പോയി ചെന്ന് പെട്ടതായിക്കൊള്ളട്ടെ. ആ ഒരു കാരണം പിന്നീടൊരു കാലഘട്ടത്തിൽ ഇത് ആക്രമിക്കുന്നത് പല കുടുംബങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, ചിന്തിക്കേണ്ട കാര്യം, മാതാപിതാക്കന്മാർ മക്കളുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം, പ്രത്യേകിച്ച് മക്കൾ യൗവനത്തിലായിരിക്കുമ്പോൾ നിങ്ങളത് ഏറ്റെടുക്കണം. ഒരു കാര്യവും കണ്ടില്ലെന്ന് വിചാരിച്ച് നിസ്സാരമായിട്ട് നിങ്ങളത് അങ്ങനെ വിടരുത്. കാരണം പിന്നീട് ഇവരുടെ ജീവിതത്തെ ആക്രമിക്കുന്നത് ഈ കാലഘട്ടത്തിൽ കുമ്പസാരിക്കാതെ അങ്ങനെ ഒരു തെറ്റായ ജീവിതം ഉണ്ടെങ്കിൽ ഇത് പിന്നീട് ഇവരെ ആക്രമിക്കും. എഫെസോസ് ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനം പറയുന്നതാണ്, പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്. അടുത്ത വചനം കേട്ടേ, അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുക എന്ന് പറഞ്ഞാൽ
മാതാപിതാക്കന്മാർ മക്കളുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം. ഈ യൗവന കാലഘട്ടത്തിൽ ഏറ്റവും നല്ല കോളേജ് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ, നല്ല കാര്യം. ആ കോളേജിൽ നിങ്ങൾ അന്വേഷിക്കുന്ന ഹോസ്റ്റൽ ഉണ്ടല്ലോ, അവിടുത്തെ കൂട്ടുകാരെക്കുറിച്ച് നിങ്ങൾ എന്തേ അന്വേഷിക്കാത്തത്? ആ കൊച്ച് ഏത് വകുപ്പിൽപ്പെട്ടാൽ നിങ്ങൾ എന്തേ അന്വേഷിക്കാത്തത്? ആ കൊച്ചിൻ്റെ ദുശീലങ്ങൾ നിങ്ങൾ എന്തേ അന്വേഷിക്കാത്തത്? ആ കോളേജ് ഹോസ്റ്റലിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു കുർബാനയുണ്ടോ നിങ്ങൾ എന്തേ അന്വേഷിക്കാത്തത്? അല്ലെങ്കിൽ ഈ കുഞ്ഞ് അവധിക്ക് എല്ലാ പ്രാവശ്യം വീട്ടിൽ വരുന്നുണ്ട്, അവധിക്ക് കൃത്യം വീട്ടിൽ തന്നെയാണ് വരുന്നത്, ഇടയ്ക്കെങ്കിലും ഒന്ന് കുമ്പസാരിക്കുന്നുണ്ടോ? ഇതൊന്നും നമ്മളെന്തേ അന്വേഷിക്കാത്തത്? പ്രിയപ്പെട്ട സഹോദര സഹോദരി, മക്കളുടെ ആത്മീയ ജീവിതത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഒരു മാതാവിനുണ്ട്, ഒരു പിതാവിനുണ്ട്. ഇല്ലെങ്കിൽ ഈ യൗവന കാലഘട്ടത്തിൽ ഇവർ ചെയ്തു കൂട്ടുന്ന ചില പാപങ്ങൾ പിന്നീട് ഇവരുടെ കുടുംബജീവിതത്തെ തകർത്തുനിന്ന് വരാം. ഇപ്പോൾ ഇവർക്ക് തിരിച്ചറിയാനുള്ള ഒരു അഭിഷേകവും ഒരു കൃപയൊന്നുമില്ല. ബൈബിളിൽ എത്ര മാതാപിതാക്കന്മാർ മക്കളെയായിട്ട് യേശുവിൻ്റെ അടുത്ത് വരുന്നുണ്ടെന്നറിയോ? നിങ്ങൾ നോക്കിയ ഈ കാനാൻകാരിയായിട്ടുള്ള ഈ സ്ത്രീ, ഇവളെന്താ ചെയ്തത്? മകൾക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പിശാച് ഇവളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. വചനം പറയുന്നത് എന്താ നോക്കിയേ? എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു, ക്രൂരമായിട്ട് പീഡിപ്പിക്കുക. പിശാച് വെറുതെ വന്ന് അങ്ങനെ അങ്ങോട്ട് പീഡിപ്പിക്കുമോ? നിങ്ങൾ വെറുതെ ചിന്തിച്ച് നോക്കി, പിശാച് വെറുതെ കൂടെ ഒന്ന് പീഡിപ്പിക്കുമോ? ഇല്ല. പിശാച്ചിൽ നിന്ന് ഇവളുടെ ചില കാലഘട്ടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഒരു വീട് ജപ്തി ചെയ്തുകൊണ്ട് പോകുന്നത്? ബാങ്കുകാർ വന്നിട്ട് ബാങ്കിൽ നിന്ന് പൈസ എടുത്തു, തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല, ആ കരാറിന് എന്തോ ഒരു വിള്ളൽ വന്നു, അതുകൊണ്ടാണ് അവരൊന്ന് ജപ്തി ചെയ്തുകൊണ്ട് പോകുന്നത്. പിശാച്ചിൽ നിന്ന് ചില ബന്ധങ്ങളിലൂടെ കടന്നു പോയിട്ട് പിശാച്ച് വാഗ്ദാനം ചെയ്ത് ഇവർ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് അവർ ആ ഒരു പാളിച്ചകൾ അതിൻ്റെ തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പിശാച്ച് ക്രൂരമായിട്ട് അവരെ ബാധിച്ചിരിക്കുന്നു. ഈ മകൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ പിശാച്ചിൽ നിന്ന് മേടിച്ചു വെച്ചിട്ടുണ്ടാവും. ഇന്ന് ആ മകൾ അടിമത്തത്തിൽ കഴിയുകയാണ്. അപ്പോൾ എന്താ ചെയ്തത്? അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ അമ്മ വരികയാണ്. എന്നിട്ട് ഈശോയെ വിടുന്നില്ല, എന്ത് സംഭവിച്ചാലും ഞാൻ പോവില്ല, ഇതിനൊരു മറുപടി ഉണ്ടായിട്ടേ ഞാൻ പോവുള്ളൂ. സഹോദര സഹോദരി, മക്കളെ നിങ്ങൾ വിട്ടുകളയരുത്. ഒരു മകനെ നിങ്ങൾ വിട്ടുകളയരുത്. ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടോ, ആ മകനെ നിങ്ങൾ വിടരുത്. ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടോ, മകളെ, മോശ ബന്ധങ്ങളിൽ ആ മകനെ നിങ്ങൾ ഒരിക്കലും വിടരുത്, ഒരിക്കലും ഉപേക്ഷിക്കരുത്. യേശുവിൻ്റെ മുമ്പിലേക്ക് അവരെ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ വലിയ വലിയ അഭിഷേകവും കൃപയും ഒക്കെ നിറഞ്ഞൊഴുകുന്നത് നമ്മൾ കാണും. നമ്മുടെ വേറൊരു അനുഭവം നമ്മളിത് കാണുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ. മർക്കോസ് 9 അതിൻ്റെ 14 മുതലുള്ള തിരുവചനങ്ങൾ. അവിടെ നമ്മൾ കണ്ടുമുട്ടുന്നത് ഒരു പിതാവ് തൻ്റെ മകനെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. നോക്കിയേ, ആ പിതാവ് ആ മകൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കൊണ്ടുവന്നു. എന്താ സംഭവിച്ചതെന്നറിയാം? ഇവിടെ നമ്മൾ ആ വചനം ഒന്ന് വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. മർക്കോസിന്റെ സുവിശേഷം 9 അതിൻ്റെ 14 മുതലുള്ള വചനങ്ങൾ. അവൻ ശിഷ്യന്മാരുടെ അടുത്ത് എത്തിയപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവരുടെ ചുറ്റും കൂടിയിരിക്കുന്നതും നിയമജ്ഞർ അവരോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടു. അത് കഴിഞ്ഞിട്ട് സംഭവങ്ങൾ ഇങ്ങനെ മുഴുവൻ വിവരിക്കുകയാണ്. യേശുവിനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അവരുമായിട്ട് തർക്കിക്കുന്നത്? ജനക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ മറുപടി പറഞ്ഞു, ഗുരോ, ഞാൻ എൻ്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അടുത്ത വചനം, എൻ്റെ മകനെ മൂകനായ ഒരു ആത്മാവ് ആവേശിച്ചിരിക്കുന്നു, അത് എവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലംപതിപ്പിക്കുന്നു. അപ്പോൾ അവൻ പല്ല് കടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ചു പോവുകയും ചെയ്യുന്നു. ഈ പിതാവ് മകനെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ആ നിരീക്ഷിച്ചതിന് ശേഷം ഈ മകനിൽ ഒരു കൺക്ലൂഷനിലെത്താണ് ഈ മകനെക്കുറിച്ച്. എന്താണെന്ന് പറയുന്നത്? എൻ്റെ മകനെ മൂകനായ ഒരു ആത്മാവ് ആവേശിച്ചിരിക്കുന്നു, പലപ്പോഴും കൊല്ലാൻ പോലും ശ്രമിക്കുകയാണ് കർത്താവെ. ഓക്കെ, ഈ മകൻ്റെ ആത്മീയ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ഒരു പിതാവ് ഈശോയുടെ അടുത്തേക്ക് വന്നു, വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരികയാണ്. അപ്പോൾ യേശു പറഞ്ഞു, എത്ര കാലം മുതലാണ് ഇതിങ്ങനെ ഉണ്ടായിട്ടുള്ളത്? അപ്പോൾ 21-ാം വചനം, യേശു അവൻ്റെ പിതാവിനോട് ചോദിച്ചു, ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി? അവൻ പറഞ്ഞു, ശൈശവം മുതൽ. പലപ്പോഴും അതവനെ നശിപ്പിക്കാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവെ. മകനെക്കുറിച്ച് മകളെക്കുറിച്ച് കർത്താവിന് മുമ്പിൽ വന്നിട്ട് നിങ്ങൾ മാതാപിതാക്കന്മാർ പറയേണ്ട കാര്യം എന്താണെന്നറിയോ? എൻ്റെ മകനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക കർത്താവെ. ഏതൊക്കെയോ കാലഘട്ടത്തിൽ എൻ്റെ മകന് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, ഇനി അത് തുടർന്നുകൊണ്ടിരിക്കുക കർത്താവെ. പറ്റുന്നില്ല കർത്താവെ, ഇതിൽ നിന്ന് രക്ഷിക്കണം കർത്താവെ. കണ്ടോ, ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുപോയി ഈ പിതാവ് ആദ്യം ഈ മകനെ. അതിന് എന്ത് ചെയ്തു? ശിഷ്യന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഉപേക്ഷിച്ചില്ല. ശിഷ്യന്മാർ യേശുക്ക് ഒരുമിച്ച് നടക്കുന്നതല്ലേ, അപ്പോൾ ശിഷ്യന്മാർക്ക് സാധിക്കേണ്ടതല്ലേ, ഇനിയിപ്പോൾ ഒന്നും നടക്കാൻ പോകുന്നില്ല. നിരാശയില്ല. ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുപോയിട്ടും ഈ
ഈ പിശാചിനെ പുറത്താക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ പിതാവ് ഉപേക്ഷിക്കുന്നില്ല. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഉപേക്ഷിച്ചാൽ വേറെ ആര് ഈ മക്കളെ സ്വീകരിക്കും? പ്രിയപ്പെട്ടവരെ, ഈ മക്കളെ നാളെ ഇറങ്ങാൻ പോകുന്നത് ഈ തെരുവിലോട്ടായിരിക്കും. തെരുവിൽ അവരെ കാത്തിരിക്കുന്നത് പൈശാചികമായ വീണ്ടും വലിയ വലിയ കൂടായിരിക്കും. ആ കൂട്ടിൽ അവർ ചെന്ന് കയറുമ്പോൾ അവരുടെ ജീവിതം പൊള്ളും. ഒരുപാട് മക്കളുടെ ജീവിതം പൊള്ളിയിട്ട് ഒരുപാട് ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മക്കളുടെ ജീവിതത്തിൻ്റെ ആത്മീയ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് മാതാപിതാക്കന്മാരാണ്. അങ്ങനെ അവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതൽ അവരുടെ ജീവിതത്തിലുണ്ടാകും. ഒരു അപ്പൻ യേശുവിൻ്റെ മുമ്പിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ ആ കുഞ്ഞിന് വിടുതൽ കൊടുത്തു. കാനാൻകാരിയായിട്ടുള്ള സ്ത്രീ കുഞ്ഞിനെയും കൊണ്ട് യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ ആ കുഞ്ഞിന് വിടുതൽ കൊടുത്തു. നോക്കിയേ, കാനാൻകാരി സ്ത്രീ ചെയ്തൊരു കാര്യം, അവൾ മകളെ കൊണ്ട് പോലും അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയാണ്. വീട്ടിൽ കിടന്ന് അത്രയും ഒരു പ്രശ്നത്തിലാണ്. അവളുടെ വീട്ടിൽ ഞാൻ ചിന്തിക്കും, ചിലപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, ആ പെൺകുട്ടീനെ വേണമെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്നും കൂടെ കെട്ടി വലിച്ചെങ്കിലും കൊണ്ടുവരാൻ പാടില്ലേ? അതൊന്നും പറ്റാത്ത അവസ്ഥയായിരിക്കും. എന്നാലും മാതാവ് പ്രതീക്ഷ കൈവിട്ടില്ല. ഒറ്റയ്ക്ക് ഞാൻ പോയിട്ട് യേശുവിനോട് പറയും. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കേണ്ട കാര്യം എന്ന് അറിയാമോ? നിങ്ങൾ വിചാരിക്കും മകനെ ധ്യാനത്തിന് വിളിച്ചു വന്നില്ല, മകളെ ധ്യാനത്തിന് വിളിച്ചു വന്നില്ല, ഇപ്പോഴും പൈശാചികമായിട്ടുള്ള പ്രേരണകൾ തുടങ്ങുക. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒറ്റയ്ക്ക് ധ്യാനം വന്ന് കൂടണം. ആ കാനാൻകാരി ഒറ്റയ്ക്ക് വന്ന് യേശുവിനെ കണ്ട് മകൾക്ക് വിടുതൽ നേടിക്കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഒരമ്മ അല്ലെങ്കിൽ ഒരപ്പൻ മകൾക്ക് വേണ്ടി വന്ന് ധ്യാനം കൂടുമ്പോൾ അതിന് വിലയുണ്ട്. അതിന് വിലയില്ലെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. മകനല്ലേ പൈശാചിക ബന്ധനം, ഞാനിവിടെ വന്ന് ധ്യാനം കൂടിയിട്ട് എന്താ, ഇങ്ങനൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഇവിടെ വന്നിട്ട് ഒരു ധ്യാനത്തിന് പോയിട്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയാലും മതി. അവിടെ പോയിട്ട് തിരുവോസിയുടെ മുമ്പിൽ യേശുവിൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ ചെല്ലുക. കാനൻകാരി ചെയ്തത് എന്താ? യേശുവിൻ്റെ മുമ്പിലേക്ക് പോയി ആരാധനയുടെ സമയത്ത്, വിശുദ്ധ കുർബാനയുടെ സമയത്ത് കണ്ണുനീരോടുകൂടി മകളെക്കുറിച്ച് പറയുക. കാനൻകാരി എന്താ പറഞ്ഞത്? അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാണ് പറയണത്. കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആരാധന മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരപ്പനും ഒരമ്മയും ഇന്നേ വരെ നിരാശനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പറയപ്പെട്ടവർ, ഒരപ്പൻ ഒരമ്മ ചങ്ക് തകർന്ന് മക്കൾക്ക് വേണ്ടി വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരാൾ പോലും നിരാശനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഈ മോണിക്ക പുണ്യവതിയുടെ കാര്യം, അഗസ്തീനോസ് പുണ്യവാളനെ കുറിച്ച് എത്ര നാൾ കരഞ്ഞ് ഈ പുണ്യവതി കരഞ്ഞ് അവസാനം ആംബ്രോസ് പുണ്യവാളൻ പറഞ്ഞ എന്താണെന്നറിയാമോ? ഈ അഗസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കരയണുണ്ടല്ലോ, നിങ്ങളുടെ കണ്ണുനീരൊന്നും താഴോട്ടല്ല പോണത്, മുകളിലേക്കാണ് പോകുന്നത്. പ്രിയപ്പെട്ടവർ, ഇന്ന് ദൈവശാസ്ത്രജ്ഞന്മാർ അഗസ്തീനോസ് പുണ്യവാളൻ്റെ ആ ഗ്രന്ഥം തുറന്നു വെച്ചിട്ട് ഇങ്ങനെ കണ്ണുമിഴിച്ചിരിക്കുകയാണ്. അത്രയും വലിയ അത്ഭുതകരമായ തിയോളജിയൊക്കെ എഴുതി വെച്ചിട്ടുള്ള മനുഷ്യനാണ്. എന്തൊരു വലിയൊരു ഗിഫ്റ്റാണ് നൽകിയത്. ഒരമ്മയുടെ കണ്ണുനീര്, അമ്മ ആ മകൻ്റെ ജീവിതത്തിൻ്റെ ആത്മീയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എന്നും ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഇതാ കത്തോലിക്ക തിരുസഭയ്ക്ക് തന്നെ വലിയൊരു അഭിഷേകം നിറഞ്ഞ ഒരു വിശുദ്ധനെ കർത്താവ് നൽകി അനുഗ്രഹിച്ചു. നിങ്ങളുടെ മകനെ മാറ്റാൻ പറ്റില്ലെന്ന് നിങ്ങൾ വിചാരിക്കും. അങ്ങനെയല്ല, ആത്മീയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ധ്യാനം വന്ന് കൂടുക, മകന് വേണ്ടി, മകൾക്ക് വേണ്ടി, അല്ലെ എന്താണ് ആ ഒരു തടസ്സം അവരുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ നിങ്ങൾ വന്ന് ധ്യാനം കൂടണം. മക്കൾ ജീവിതത്തിൽ ഇങ്ങനെ പിഴച്ചു പോയി, അല്ലെ മക്കളിനി രക്ഷയില്ല, ഇങ്ങനെ നമ്മൾ ഒരിക്കലും പറഞ്ഞ നിരാശയിലേക്ക് പോകരുത്. കർത്താവിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം അതിൻ്റെ 4-ാം അധ്യായത്തിൽ, സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലകളിൽ ചിതറിക്കിടക്കുന്നു, സിയോന്റെ അമൂല്യരായ മക്കൾ തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിൻ്റെ വിലയുള്ളവർ, കുശവൻ്റെ കരവേലിയായ മൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടത് എങ്ങനെ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ അവസ്ഥ. ഇന്ന് നമ്മുടെ മക്കളുടെ അവസ്ഥ. നമ്മുടെ മക്കളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല സ്വർണത്തിൻ്റെ മാറ്റുണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് എന്തൊരവസ്ഥയിൽ എത്തിപ്പെട്ടു. ദുർഗന്ധം വമിക്കുന്ന ജീവിത രീതിയില്ലേ. അതുകൊണ്ട് എന്താ ചെയ്യുന്നറിയോ? ഈ മക്കളെ നമ്മൾ വിട്ടുകളയാൻ പാടില്ല. ഈ മക്കളെ ആത്മീയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അനുഗ്രഹവും വലിയ അഭിഷേകവും തുടർച്ചയായിട്ട് കർത്താവ് നൽകി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. മർക്കോസിൻ്റെ വിശേഷത്തിൽ നമ്മൾ കണ്ടത് എന്താണ്? ആ അപ്പൻ്റെ ആ കണ്ണുനീര് കണ്ടിട്ട് കർത്താവ് എന്താ ചെയ്യുന്നറിയോ? കർത്താവ് പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. കർത്താവിനെ കണ്ടപാടെ ഇതാ ആ പിശാച് ആ ബാലനെ തള്ളിയിട്ടിട്ട് പുറത്തു പോയി എന്നാണ് പറയണത്. അപ്പോൾ ദൈവത്തിരുസന്നിധിയിലേക്ക് ഒരു മകനെ ഒരു മകളെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നാൽ പൈശാചിക ശക്തി അവിടെ അമ്പെ പരാജയപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ കുറേ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാവും, കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും, കുറേ പരീക്ഷകളൊക്കെ ഉണ്ടാവും. പക്ഷേ ആത്യന്തികമായി പൈശാചിക ശക്തി തകരുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. നിങ്ങൾ വിജയിക്കുമെന്നുള്ളതിന് 100% ഗ്യാരണ്ടി ഉണ്ട്. കാരണം വിശുദ്ധ ഗ്രന്ഥം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ മകൻ, നിങ്ങളുടെ മകൾ അങ്ങനെ പൂർണ്ണമായ നാശത്തിന് വിട്ടുകൊടുക്കാൻ കർത്താവ് അനുവദിക്കില്ല. മാതാവിൻ്റെയും പിതാവിൻ്റെയും കണ്ണുനീരിന് വലിയ വില കൊടുക്കുന്നുണ്ട്.
നമ്മൾ കാണുന്ന വേറൊരു ഒരു സംഭവമുണ്ട്. ഈ ജൈറോസ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് വചനം വായിക്കാൻ പോകണം. വചനം ശ്രദ്ധിച്ച് കേൾക്കുക. ലൂക്കായുടെ സുവിശേഷം 8:40 മുതലുള്ള വചനങ്ങൾ. യേശു തിരിച്ചു വന്നപ്പോൾ ജനക്കൂട്ടം അവനെ സ്വാഗതം ചെയ്തു. എല്ലാവരും അവനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ സിനഗോഗിലെ ഒരു അധികാരിയായ ജൈറോസ് യേശുവിൻ്റെ കാൽക്കൽ വീണ് തൻ്റെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് അപേക്ഷിച്ചു. 12 വയസ്സോളം പ്രായമുള്ള അവൻ്റെ ഏകപുത്രി ആസന്ന മരണയായിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, അപ്പോൾ എന്താ സംഭവിച്ചെന്ന് അറിയാമോ? ഈ ജൈറോസ് എന്ന് പറയുന്ന മകൾക്ക് വേണ്ടി എന്താ ചെയ്തത്? യേശുവിൻ്റെ കാൽക്കൽ വീണ് കരഞ്ഞപേക്ഷിച്ചു. നമ്മൾ ചിന്തി, ഇത്രയൊക്കെ ഒരു തീഷ്ണത വേണം നമുക്ക്. നമ്മുടെ മക്കളെക്കുറിച്ച് ഇത്രയും തീഷ്ണത വേണം. മകൻ ഒരു ജീവിതത്തിൽ ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ രോഗമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിലെ തകർച്ച ആയിക്കൊള്ളട്ടെ, ചില വേറെ എന്തെങ്കിലുമൊക്കെ ഇടപാടുകളായിക്കോട്ടെ, പരീക്ഷകളിലൊന്നും വിജയം കണ്ടെത്തുന്നില്ല, അല്ലെങ്കിൽ അവന് ഒരു വലിയ നിരാശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, എന്തും ആയിക്കൊള്ളട്ടെ, ഇതിൻ്റെ ഉത്തരവാദിത്വം വാസ്തവത്തിൽ ഏറ്റെടുക്കേണ്ടത് മാതാപിതാക്കന്മാരാണ്. മക്കളെ പഴി പറഞ്ഞതുകൊണ്ടോ, അവന് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടോ, ഭാഗ്യം ശരിയല്ലെന്നോ, അല്ലെ 2017 ഇങ്ങനെയായിരുന്നു, 2019 ഇനി രക്ഷയുള്ളെന്നോ, ഇങ്ങനത്തെ നമ്മൾ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ആത്മീയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഈ ജൈറോസ് എന്താ ചെയ്തത്? ആസന്ന മരണയായി കിടക്കുന്ന മകളെ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് ഇയാൾ. ആ മകൾ മരിച്ചു എന്ന് എല്ലാവരും പറഞ്ഞാൽ പോലും ഈ മകൻ അങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഈ മനുഷ്യൻ എന്താ ചെയ്തതെന്നറിയാവോ? പവറോ ഒക്കെ ഉള്ള മനുഷ്യനല്ലേ ഇയാൾ ചെയ്തത്? യേശുവിൻ്റെ കാൽക്കൽ വീണ് തൻ്റെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് അപേക്ഷിച്ചു. കർത്താവെ, നീ കാലിൽ വീണ് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ കണ്ണുനീരോടെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു മകനെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവിൻ്റെ വചനം പറയുന്നത് അറിയോ? യേശു ആ മകനെ അനുഗ്രഹിച്ചു. ആ കുടുംബത്തിൽ ആ മകൾക്ക് ഇതാ ജീവൻ നൽകി അനുഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വലിയ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കൃപ ആ മക്കളിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. മക്കളെ സമർപ്പിക്കുന്നതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ മാതാവ് തന്നെയാണല്ലോ. മാതാവും യോസേപ്പ് പിതാവ് എന്താ ചെയ്തത്? ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മളത് കാണുന്നുണ്ട്. 2-ാം അധ്യായം 21 മുതലുള്ള തിരുവചനങ്ങളിൽ അതെങ്ങനെ കാണുന്നതെന്ന് അറിയാമോ? 2-ാം അധ്യായം 21 മുതലുള്ള തിരുവചനങ്ങൾ. ശിശുവിൻ്റെ പരിച്ഛേദനത്തിനുള്ള 8-ാം ദിവസമായപ്പോൾ, അത് യഹൂദന്മാരുടെ നിയമമാണ്, അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്നിവർ അവൻ നൽകി. എന്നിട്ട് മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിനെ സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. യോസേപ്പ് പിതാവും മാതാവും കൂടെ യേശുവിനെ കൊണ്ടുപോവാണ് സമർപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഞായറാഴ്ച പള്ളിയിലൊക്കെ ഇങ്ങനെ പോകുമല്ലോ. ഞായറാഴ്ച പള്ളിയിലൊക്കെ പോകുമ്പം മകൻ പള്ളിയിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഉറപ്പ് വരുത്തിക്കൊണ്ടൊന്നും കാര്യമില്ല. മകളുടെ കൂടെ പോകണം. നിങ്ങൾ ഉറപ്പ് വരുത്തും മകൻ പള്ളിയിലേക്ക് പോകേണ്ടതിന് പകരം വേറെ ഷോപ്പിംഗ് മാളിൽ പോകും. അവിടെയാണ് നമുക്ക് പാളിച്ച പറ്റുന്നത്. നമ്മൾ ആത്മീയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവർക്ക് പാളിച്ച പറ്റുന്നത് എങ്ങനെയാണ്? മകൻ പോയിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിക്കൊണ്ടുമായിട്ടില്ല, മകനെ കൂടെ കൊണ്ടുപോകണം. എന്നിട്ട് അടുത്ത വചനം നോക്കി, വേറൊരു വചനമുണ്ട്, 41-ാം തിരുവചനം. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹാ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു എന്ന് പറഞ്ഞാൽ യേശുവിനെ കൂടെ കൊണ്ടുപോയി. എല്ലാ വർഷവും യേശുവിനെ കൂടെ കൊണ്ടുപോകും. അത് 12 വയസ്സായാലും വേണ്ടില്ല, 20 വയസ്സായാലും വേണ്ടില്ല, അങ്ങനെ ഒരു സ്നേഹബന്ധം വളർത്തിയെടുക്കണം. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ മാതാപിതാക്കന്മാർ വിളിച്ചാൽ മക്കൾ വരാത്തൊരു പ്രായമായി, എന്നിരുന്നാലും എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ അപ്പനും അമ്മയും കൂടെ പള്ളിയിൽ ഒരുമിച്ച് പോകുമ്പോൾ ഒരു കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയിലെങ്കിലും അവരെ കൂട്ടിക്കൊണ്ട് പോകണം. മാതാപിതാക്കന്മാർ വിളിച്ചാൽ മക്കൾ വരാത്ത കാലഘട്ടമായെങ്കിൽ പ്രാർത്ഥനയിലെങ്കിലും കൊണ്ടുപോകണം. കാരണം മക്കളുടെ ജീവിതം ഒരുപാട് വഴി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ വളരെ തൂഷ്ണതയോടെ, വളരെ അഭിഷേകത്തോടെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഏശയ്യാ പ്രവചനം 51 അതിൻ്റെ 1-2 രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. നിൻ്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിൻ്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു, അതിനാൽ അവിടുന്ന് നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നമ്മുടെ മക്കൾക്ക് പറ്റുന്ന ചില പാളിച്ചകളാണിത്. പാപം ചെയ്ത് ഇവർ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്നല്ല, ഇവർ പ്രാർത്ഥിക്കണ പോലുമില്ല. പിന്നെ എങ്ങനെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നത്? പ്രാർത്ഥിച്ചാൽ തന്നെ അത് കേൾക്കാൻ ദൈവത്തിന് പറ്റണമില്ല, കാരണം പാപം വെച്ച് ഇവരെ മൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു ദൈവത്തിൻ്റെ രക്ഷ മക്കൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പാപത്തിൻ്റെ സാന്നിധ്യം, സ്വാധീനം അവരുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് വിട്ടുമാറണം. അങ്ങനെ വിട്ടുമാറുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആത്മീയ ഉത്തരവാദിത്തം, അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ കർത്താവിൻ്റെ കൃപയും അഭിഷേകവും അത് നൽകും. ശിശുക്കളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് മാതാപിതാക്കന്മാരെല്ലാവരും കൂടെ ഈശോയുടെ അടുത്തേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടിരുന്ന ഒരു രംഗം പറയുന്നുണ്ട്. മർക്കോസിൻ്റെ 10-ാം അധ്യായത്തിൽ 13-ാമത്തെ വചനങ്ങളാണ്. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി മാതാപിതാക്കന്മാർ യേശുവിൻ്റെ അടുത്തേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. വചനം പറയുന്നു, യേശു അവരുടെ എല്ലാം മേളിൽ ശിരസിന്മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. അപ്പോൾ മാതാപിതാക്കന്മാർ മക്കളെ കർത്താവിന് മുമ്പിൽ കൊണ്ടുവന്നാൽ കർത്താവ് അവരെ വെറും കൈയോടെ പറഞ്ഞു വിടില്ല, അവരെ അനുഗ്രഹിക്കും. മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറവുകൾ
എല്ലാ തകർച്ചകൾ, എല്ലാ ബുദ്ധിമുട്ടുകൾ, പാപബന്ധനങ്ങൾ, ഇതിൻ്റെ എല്ലാം ഒരു ആത്മീയ ഉത്തരവാദിത്തം ഓരോ മാതാവിനുമുണ്ട്, ഓരോ പിതാവിനുമുണ്ട്. നിങ്ങളെല്ലാവരും ചെയ്യുന്നവരായിരിക്കാം. കൂടുതൽ തീഷ്ണതയോടെ ചെയ്യുക. ഏതെങ്കിലും കാര്യത്തിൽ ഒരു മാന്ദ്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് മക്കളുടെ ആത്മീയ ജീവിതത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഒരു വ്യക്തിയെ രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. അവരുടെ പാപങ്ങളാണ് കർത്താവിനെ മറച്ചിരിക്കുന്നത്. എന്ത് ചെയ്യണം? നിങ്ങൾ ഒരാളെങ്കിലും വന്ന് ധ്യാനം കൂടി മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. മക്കളെ ഒരുമിച്ച് കൂടെ ചേർത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോവുക. മക്കളുമായിട്ടൊരു ആത്മീയ ബന്ധം നിങ്ങൾക്കുണ്ടാക്കിയെടുക്കുക. അടുത്ത തലമുറയ്ക്കും അതിൻ്റെ അപ്പുറത്തെ തലമുറയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയൊക്കെ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കുമ്പോൾ, എസ്റ്റേറ്റ് മേടിച്ചിടുമ്പോൾ ഒന്ന് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ മകൻ്റെ ആത്മീയ ജീവിതത്തിന് വേണ്ടി ഞാൻ എന്ത് സമ്പാദിച്ചു? ഒരു കൊന്തയെങ്കിലും കുഞ്ഞിന് കൊടുത്തോ എന്നൊക്കെ ചിന്തിക്കേണ്ട ഇടയ്ക്കിരുന്നിട്ട് ഞാൻ ഇന്നാളൊരു മാതാവിനോടും പിതാവിനോടും ചോദിച്ചപ്പോൾ അവർ ഞാൻ വെറുതെ ചോദിച്ചാൽ നിങ്ങൾ ഈ കുഞ്ഞിനൊരു കൊന്ത കൊടുത്തിട്ടുണ്ടോ എന്ന്. അവർ പറയും കൊടുത്തിട്ടില്ല എന്ന്. നോക്കി, ഒരു 12 വയസ്സായുള്ള ഒരു കുഞ്ഞിന് ഒരു കൊന്ത പോലും കൊടുക്കാത്ത മാതാവിനെയും പിതാവിനെയും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നി. പ്രിയപ്പെട്ട മാതാവ് പിതാവെ ശ്രദ്ധിച്ച് കേൾക്കുക. ആത്മീയ ജീവിതമാണ് പ്രധാനപ്പെട്ടത്. അത് തകർന്നു പോയാൽ ബാക്കിയെല്ലാം തകർന്നു പോകും. ഉള്ളിലുള്ള കൃപ അതാണ് ഒരു കുഞ്ഞിനെ വളർത്തുന്നത്. ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ കൃപ നിറയാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. മാതാവും പിതാവും കൈകോർത്ത് യേശുവിൻ്റെ മുമ്പിൽ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. ഈ കർത്താവിന് രക്ഷിക്കാനാവാത്ത വിധം കരം കുറുകിപ്പോയിട്ടില്ല. നിങ്ങളിലൂടെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവിതത്തിലെ അടിമത്തം എടുത്തു മാറ്റി വലിയ രക്ഷയിലേക്ക്, സന്തോഷത്തിലേക്ക് കർത്താവ് കൊണ്ടുവരും. അതിനായി തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുക. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കാൻ ഒരു കൊന്ത നിങ്ങളുടെ കയ്യിലുണ്ടാവണം. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിനോട് പറയാൻ ഒരു വചനം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ബർത്ത്ഡേക്ക് നിങ്ങൾ കുഞ്ഞിനൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആത്മീയമായിട്ട് എന്തെങ്കിലും ഒരു സാധനം കൂടെ അതിൻ്റെ കൂടെ കൊടുക്കാൻ ഒരു തീരുമാനം എടുക്കണം. ആത്മീയ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തു തുടങ്ങുക. വലിയ അഭിഷേകം നിറയും, സന്തോഷം നിറയും. ആ തങ്കത്തിൻ്റെ തനി നിറം അത് നിങ്ങൾ വീണ്ടും കാണും. അഭിഷേകം കൊണ്ട് നിങ്ങളുടെ മക്കൾ നിറയുമ്പോൾ ഇതാ ഭവനം സ്വർഗമായി മാറുന്നു. നിങ്ങളെല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.